ചെമ്മീൻ കറി ഉണ്ടാക്കാം. ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി. ചെമ്മീൻ പുളിയാണ് ഞാൻ എടുക്കണേ. ചെമ്മീൻ ഞാൻ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെമ്മീൻ ഞാൻ ഓൾറെഡി തന്നെ വേവിച്ച് വെച്ചതാണ്. മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, സവാള. ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ഒന്ന് ചൂടായി. ഞാൻ എളുപ്പമാർഗ്ഗമാണ് നോക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചതിൻ്റെ ലാസ്റ്റ് ഇടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചട്ടി ചൂടാക്കിയിട്ട് 2-3 പാത്രം ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ചട്ടി ചൂടാക്കുക. ചട്ടിയിലകത്തേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ കടുക്, വറ്റൽമുളക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതിടാം. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇത്തിരി കരിവേപ്പിലയും ഇച്ചിരി സവാളയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, മുളക് പൊടി നമ്മളത് തീ ലോയാക്കിയിട്ട് ഇട്ടാൽ മതി, ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതത്രയും ഇട്ട് നമ്മളത് കോരി മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക്, ഇത് ശരിക്കും ലാസ്റ്റ് നമ്മൾ അതിൻ്റെ പൊക്കത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കാനുള്ളത് മാത്രമാണ്. അപ്പോൾ കണ്ടോ, ഉള്ളിയും ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച്, നല്ല ബ്രൗൺ കളറിൽ ഒന്ന് മൂപ്പിച്ച്, ഭയങ്കരമായിട്ടില്ല, പച്ചയൊക്കെ പോയി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച്, അത്രയും മൂത്ത് കഴിയുമ്പോൾ ഇത്തിരി ഒരു സ്പൂൺ മുളക് പൊടി വേറെ നമ്മൾ ഇടുന്നില്ല. അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് എന്താ പറയുക, എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിൽ വയ്ക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് ഇടാൻ വേണ്ടി ചെറിയ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് ഇതാവാൻ കേട്ടോ. ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ഉപ്പിടുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം കറിയിൽ ഉള്ള ഉപ്പിടാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കണേ ഉള്ളൂ. എന്നിട്ട് അപ്പോൾ തന്നെ ഞാനത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കാരണം ഇതെനിക്കിനി രണ്ടാമത് വേറൊരു പാത്രം എടുത്ത് കത്തിച്ച് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അതുമല്ല, നേരിയ ഉപ്പുണ്ടല്ലോ, അത് ആ ചട്ടിയിൽ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടി ഈ ചട്ടിയിൽ തന്നെ ചെയ്യാൻ പറ്റും. വേറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എണ്ണയെല്ലാം ഞാൻ അതേപോലെ തന്നെ മാറ്റി. എണ്ണയൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ. അത് നമുക്കങ്ങ് നന്നായിട്ട് തൂത്ത് വടിച്ചങ്ങോട്ട് എടുക്കാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചട്ടിയിൽ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെമ്മീപ്പുളി, ഞാൻ ചെമ്മീപ്പുളി എന്നാണ് പറയാം, അതേപോലെ പച്ചമുളക്, സവാള, ഓക്കെ, പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ, ഇത്രയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, എന്നാലേ ആ പുളിയുടെ ഇതൊരു ചെമ്മീൻ പുളിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഇരുമ്പൻ പുളി എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെമ്മീനും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആ പുളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനൊരു നല്ല ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് വേവിക്കുന്നത്. ഓക്കെ, അത്യാവശ്യത്തിന് ഉപ്പിടാം, ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നമുക്കതിനെ വേവിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ വെള്ളം വേണ്ടവർക്ക്, നല്ല ചാറ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം. കറിവേപ്പില, മഞ്ഞൾ, ഇച്ചിരി ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, ഉള്ളി, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അടിക്കുക. അരപ്പ് നല്ല നമ്മൾ ഈ ചിലപ്പോൾ അരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തേങ്ങയുടെ ഇതൊക്കെ ഉണ്ടാവും. ആ രീതിയിലല്ല, നല്ല സ്മൂത്ത് ആവണ രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. എന്നിട്ട് എന്താ പറയുക, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അടിക്കാൻ. നല്ല തിക്കായിട്ടുള്ള അരപ്പായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് ഇപ്പോൾ നമ്മുടെ ചാറ് ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുടംപുളിയൊക്കെ നോക്കി തൊട്ട് കഴിഞ്ഞാൽ പോകുന്ന രീതിയിലായിരുന്നു. അതിനകത്തേക്ക് ഞാൻ ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു, ഈ തേങ്ങ. ഇത്രയേ ഉള്ളൂ, സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാം. മൂടി വയ്ക്കാം, അല്ലെങ്കിൽ തുറന്ന് തന്നെ വയ്ക്കാം, പ്രശ്നമില്ല. ഇത് നന്നായിട്ട് തിളയ്ക്കണ വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മതിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്. ഇനി ആ അരപ്പിൻ്റെ ആ പച്ചച്ചൊവ്വ ഒന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുക. ഇപ്പോൾ ഈ അരികത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ചെറിയ പത പോലെ ഉണ്ടല്ലോ, അതുണ്ടാവരുത്. ആ രീതിയിൽ നന്നായിട്ട് ഇത് തിളയ്ക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ നേരത്തെ ഇത് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, ഈ കടുക് പൊട്ടിച്ച് മാറ്റിച്ച അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ അതങ്ങ് ഓഫ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മാത്രം മതി. വേറൊന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാനില്ല.
അത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് മുളക് പൊടി ഇല്ല, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ കറി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക, എന്താ പറയുക, ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് കറിയൊന്നും കിട്ടാനില്ലെങ്കിൽ ഈ ഒരു 2-3 കാര്യങ്ങൾ വെച്ചിട്ട് നല്ലൊരു സൂപ്പർ കറിയായിരിക്കും ഇത്. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.